അതാണ് നാം യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ നമുക്ക് യേശുവിനെ പോലെ ആകാൻ സാധിക്കും. അവന്റെ വചനങ്ങൾ ശ്രവിച്ച് അതനുസരിച്ച് നാം ജീവിക്കാൻ ശ്രമിക്കേണ്ടത് എന്ന് മാത്രമേ നമ്മുടെ കടമയുള്ളൂ. നാം കർത്താവായ യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് മുമ്പോട്ട് നയിക്കാം. അതുപോലെ നാം അവിടുത്തെ രാജ്യം, ദൈവത്തിന്റെ രാജ്യത്തെ പറ്റിയും അവിടുത്തെ നീതിയെ പറ്റിയും എല്ലാം നാം അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നാം നമ്മുടെ ജീവിതത്തിൽ യേശു ക്രിസ്തു എന്നെയും അല്ലെങ്കിൽ ഈ വചനം പ്രഘോഷിക്കുന്ന ഓരോരുത്തരെയും യേശു എത്രമാത്രം സംരക്ഷിക്കുന്നു, ഓരോ ദിവസവും വഴി നടത്തുന്നു എന്നെല്ലാം ഞങ്ങളുടെ ജീവിതത്തിലൂടെ മനസ്സിലാക്കിയതാണ്. ആ യേശുവിനെയാണ് ഞങ്ങൾ നിങ്ങളോട് പ്രഘോഷിക്കുന്നത്. അപ്പോൾ ദൈവസ്നേഹം നാം അനുഭവിച്ചറിയണമെങ്കിൽ ദൈവം നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായി വ്യവസ്ഥകളില്ലാതെ ഓരോ സൃഷ്ടികളെയും ഓരോ മനുഷ്യനെയും ദൈവത്തിൻ്റെ സൃഷ്ടികളായ ഓരോ മനുഷ്യനെയും ദൈവം സ്നേഹിക്കുന്നു. ഈ സ്നേഹം ആ അവസ്ഥയിൽ വ്യക്തിപരമായി വ്യവസ്ഥകളൊന്നുമില്ലാതെയാണ് ദൈവം നമ്മെ സ്നേഹിക്കുന്നത്. നാം ഏതവസ്ഥയിലാണോ ആ അവസ്ഥയിൽ ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ആ ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം അത് മറ്റുള്ളവരെ കൂടി അറിയിക്കുക എന്നുള്ളതാണ് ദൈവവചന പ്രഘോഷണത്തിൻ്റെ മെയിനായിട്ടുള്ള ലക്ഷ്യം. അപ്പോൾ എന്നെ സ്നേഹിക്കുന്ന യേശുവിനെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാൻ എനിക്ക് കടമയുണ്ട്. അതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആ ദൈവത്തെ മറ്റുള്ളവരുമായി പങ്കുവെച്ച് ഈ ഭൂമിയിൽ ജീവിക്കേണ്ട കടമ എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വചന പ്രഘോഷണ രംഗത്തേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ ദൈവം സ്നേഹമാണെന്നും സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും വസിക്കുന്നു എന്നും ദൈവം അവനിലും വസിക്കുന്നു. ദൈവം സ്നേഹമാണ്. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു. നാം ദൈവത്തിൽ വിശ്വസിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നാം ദൈവത്തിലായിരിക്കുമ്പോൾ ദൈവം നമ്മെ സ്നേഹിക്കുകയും അതുപോലെ തന്നെ നാം ദൈവത്തെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ദൈവം നമ്മെ സ്നേഹിക്കും. അങ്ങനെ നാം നമ്മുടെ കാണപ്പെടുന്ന സഹോദരങ്ങളെ സ്നേഹിക്കാതെ നമുക്ക് ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ സാധിക്കുകയില്ല. ആദ്യം നാം നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കണം. സഹോദരങ്ങളെ സ്നേഹിക്കുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരോട് പങ്കുവയ്ക്കാൻ കഴിയുക. മറ്റുള്ളവർക്ക് നമ്മളെ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഞാൻ ദൈവത്തിലുള്ള എൻ്റെ വിശ്വാസത്തെ പറ്റി. അങ്ങനെ കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാതെ നമുക്ക് ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ കഴിയുകയില്ല. അതുപോലെ തന്നെ കർത്താവ്